ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ്ങും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റാണ്. വന്നതല്ല, കാശ് കൊടുത്ത് മേടിച്ചത്. വരാൻ അവരെന്തുവാ, നമ്മളാരല്ലേ. ശരി, അപ്പോൾ എന്തായാലും ഇതിനെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബോക്സ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ഫാനാണ് നിങ്ങൾ കാണുന്നതല്ലേ, ഫാൻ. പക്ഷേ ഇത് വെറും ഫാനല്ല, ഇത് BLDC ഫാനാണ്. BLDC ഫാൻ എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC ഫാൻ. ഓക്കെ, BLDC. ഓക്കെ, ഇതിന് റെഗുലേറ്റർ കൊടുക്കാൻ പാടില്ല എക്സ്റ്റേണലായിട്ട്. ഇതിൻ്റെ കൂടെ റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പൊട്ടിച്ച് കാണാം. ഓൾറെഡി ഞാൻ ഒരെണ്ണം ഇത് വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഇതെന്തായാലും അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ലെങ്ത് അവർ പറയുന്നുണ്ട് 1200 mm, അതായത് മില്ലിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് പറയുന്നത്. ഓക്കെ, ഇത് എനർജി നല്ല സേവിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബെയറിങ്ങൊക്കെ വളരെ സൗണ്ട് കുറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അവൾ പറഞ്ഞു തന്നത്, അപ്പോൾ ഞാൻ 3 മാസം കൊണ്ട് അത് ഉപയോഗിക്കുകയാണ്, ഒരു ഫാന്. അപ്പോൾ അത് പക്കാ പെർഫെക്റ്റാണ് സാധനം. അതുകൊണ്ടാണ് അപ്പം പതിയെ ഈ ഹോമിലുള്ള എല്ലാ ഫാനുകളും മാറ്റി BLDC ആക്കാനുള്ള പ്ലാനാണ് നോക്കുന്നത്. ഏകദേശം നമ്മുടെ സാധാ കോയിൽ ഫാനുകൾ അല്ലെങ്കിൽ ഇൻഡക്ഷനിലൂടെ വർക്ക് ചെയ്യുന്ന ഫാനുകൾ 60 വാട്ട്, അതായത് പണ്ടത്തെ ഇൻകാൻഡൻസെൻ്റ് ലാമ്പ് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, എന്താ പറയുക, യെല്ലോ ലൈറ്റിൽ കത്തുന്ന അത്രയും കറണ്ട് ഈ സാധനം എടുക്കുന്നുണ്ട് ഫാന്, നമ്മുടെ നോർമൽ ഫാനുകൾ. ഇതിനാണെങ്കിൽ നമ്മൾ CFL പോലെ സ്പീഡ് അനുസരിച്ചാണ്. ഇപ്പോൾ 1-ലൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഏകദേശം ഒരു 5 വാട്ടിനകത്തേ പവർ കൺസ്യൂം ചെയ്തു. 2-ലാണെങ്കിൽ അതനുസരിച്ച്. അങ്ങനെ ഏറ്റവും നമ്മൾ ടോപ്പ് സ്പീഡ് ഇടുമ്പോൾ ഏകദേശം ഒരു 26-25 വാട്ടാണ് എടുക്കുന്നത്. ആലോചിച്ച് നോക്കി എന്ത് എനർജി സേവിങ് ആണ്. എല്ലാവരും മാറി ചിന്തിക്കുക. പിന്നെ പൊതുവെ ഇപ്പോൾ ആൾക്കാർ ഇത് സപ്പോർട്ട് ചെയ്യാത്തതിന് കാരണമുണ്ട്. ഇതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് പാർട്ടും കൂടെ വരുന്നതുകൊണ്ടാണ് ഇത് ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ടല്ലോ. പുതിയൊരു ടെക്നോളജി വരുമ്പോൾ എല്ലാ തടസ്സങ്ങളും അതിനിടയ്ക്ക് ഉണ്ടാവും. അതൊക്കെ റിപ്പയറബിൾ തന്നെയാണ്. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ വരുന്ന ബുക്ക്ലെറ്റ്, പിന്നെ അതായിരിക്കുന്നു ഒരു നല്ല റിമോട്ട്, പിന്നെ ഇത് മൗണ്ട് ചെയ്യാനുള്ളത്, മേളിലത്തെ 2 കപ്പ്, പിന്നെ ഇതാണ് നമ്മുടെ കണക്ഷൻ. ഈ 2 കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി ഫാനിൻ്റെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും റിപ്പയറോ സർവീസോ എന്തെങ്കിലും പുറത്തെടുത്തിട്ടുണ്ട്, എന്തെങ്കിലും റിപ്പയറോ സർവീസോ വരുന്ന സമയത്ത് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ അകത്ത് മോട്ടറിൽ നിന്ന് 3 വയറുകളാണ് വരുന്നത്. 3 വയറുകൾ വന്ന് ഇവിടുത്തെ കൺട്രോൾ സിസ്റ്റം, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ്, ഈ ഫാനിനെ റെഗുലേറ്റ് ചെയ്യുന്ന സെക്ഷൻ, സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സെക്ഷൻ, IGBT ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. അതായത് അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ്. എന്ന രീതിയിലാണ് മെയിൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ മോട്ടറിൻ്റെ ഭാഗം അഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് മുകളിലുള്ള ഈ ഒരു ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണമായിട്ടുള്ളത്. പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ 5 സ്റ്റാർ ഉണ്ട്, പവർ സേവിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫാനിൻ്റെ കാര്യം പറയാനുള്ളത്. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നത് 2 കപ്പ്, 2 ഇയർ വാറണ്ടിയുടെ ഇത്, പിന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ് റിമോട്ടിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്, പിന്നെ ഒരു സേഫ്റ്റി, നമ്മൾ മേഖല ഫിറ്റ് ചെയ്യുമ്പോൾ സേഫ്റ്റി ബൗഡൺ, ഇതിന് തന്നെ ഹ്യൂമിഡിറ്റി ഉണ്ടാവുക, അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയുള്ള സിലിക്ക ജെല്ല്, 2 ക്ലാമ്പ്, റിമോട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കടുത്തത് ഇതിൻ്റെ വർക്കിംഗ് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ പവർ ഓൺ ചെയ്യാം. ഇതാണ് ഫാന്. ഇതിപ്പോൾ ഒരു 3 മാസമായി മേടിച്ചിട്ട്. ഇതിൻ്റെ പവർ ഓൺ ചെയ്ത് ഒരു ബീപ്പ് കേൾക്കും.
ഓൾറെഡി നമ്മൾ ഡിഫോൾട്ട് ഇപ്പം ഞാൻ 3 ഇട്ടിരിക്കുന്നത്. ഏതാണ് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്പീഡിൽ തന്നെയാണ് ഓൺ ചെയ്യുമ്പോൾ കറങ്ങുന്നത്. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഓക്കെ, 1ലേക്കാണെങ്കിൽ 1ലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം 1ലോട്ട് വന്നിട്ടുണ്ട്. 2, 3, 4, 5 ഇതാണ് ഫുൾ സ്പീഡ്. ഓൾറെഡി നമ്മുടെ ഇവിടെ ഫുള്ള് സോളാറിലാണ് ഹോം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി എത്ര വാട്ട്, വേറെ ഒന്നും ഇപ്പോൾ ഓണല്ല, എത്ര വാട്ട് ഈ ഫാൻ മാത്രം എടുക്കുന്നു എന്നും കൂടെ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ ആ ഒരു ഫാൻ എടുക്കുന്ന ലോഡ് 23 വാട്ടാണ് ഫുൾ RPM എടുക്കുന്നത്. ഓക്കെ, ഏകദേശം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.